സന്ദേശം സിനിമയിൽ ഒരു കുമാരപിള്ള സാറുണ്ട്. ശങ്കരാടി അഭിനയിച്ചു തകർത്ത വേഷമാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാലും ആർക്കും മനസ്സിലാകാത്ത രീതിയിലായിരിക്കും മറുപടി പറയുക. സമാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥയും. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന കാര്യം ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പെടാപ്പാട് വേണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം വി സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. തങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുന്നത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ആ പരാജയം അങ്ങനെയല്ല എന്നൊക്കെ നമുക്കറിയാത്ത ഭാഷയിൽ ഇവർ പൊതുവിൽ പറയാറുണ്ട്. സമാനമായ രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന CPM നേതാവാണ് പി രാജീവ്. പി രാജീവിന് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ. LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയും ആയിരുന്ന പി രാജീവ് 16,312 വോട്ടുകൾക്കാണ് ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന ഗഫൂറിനോട് പരാജയപ്പെട്ടത്. മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്നിലായിരുന്നു രാജീവ്. എന്നാൽ അദ്ദേഹം തോൽവി സമ്മതിച്ചിട്ടില്ലെന്നും കേട്ടാൽ ആർക്കും മനസ്സിലാകാത്ത കമ്മ്യൂണിസ്റ്റ് ഭാഷയിലാണ് അദ്ദേഹം തോൽവിയെ ന്യായീകരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് VP സജീന്ദ്രൻ തന്റെ പ്രസംഗം നടത്തിയത്. നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ കളമശ്ശേരിയിൽ തോറ്റത് പി രാജീവ് സമ്മതിച്ചിട്ടില്ല സാർ എന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗം സഭയിൽ ചിരിപ്പൂരം പടർത്തി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ സാമൂഹിക വിശകലനം നടത്തുന്നത് എന്നതിനെ കൃത്യമായി ട്രോളിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അദ്ദേഹത്തിന്റെ രസകരമായ നിയമസഭയിലെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അടുത്ത് പറയാൻ പോകുന്ന ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ പി രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാൽ. പക്ഷെ എഴുതാനിരിക്കുന്ന ആ പിള്ളേരെന്ത് ചെയ്യുമായിരുന്നു സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ലേ അങ്ങ് അവരെ പുറത്താക്കില്ലേ?